5 മണ്ഡലവും കോൺഗ്രസിന്റെ ആയിരുന്നു. കയ്യിലിരിപ്പ് കൊണ്ടാണ് 5 മണ്ഡലവും നഷ്ടപ്പെട്ടത്. പല നേതാക്കളും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും എന്നുള്ളത് വ്യക്തമാണ്. കാത്തിരിക്കാം ആ ഒരാഴ്ചക്കാലത്തിനായി. നമസ്കാരം. പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആരാണ് മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗപരിതമായി ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആദ്യഘട്ട പട്ടിക കോൺഗ്രസിന്റെ പുറത്ത് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ പത്തനംതിട്ട അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. പത്തനംതിട്ട ഉൾപ്പെടെ ഏതാനും ചില ജില്ലകൾ മാത്രമേ ഉള്ളൂ ഉൾപ്പെടാത്തത്. ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പേര് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് പത്തനംതിട്ട വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യം. പത്തനംതിട്ട ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ആരെയൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ചിന്ത. അതുപോലെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പത്തനംതിട്ടയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് ഉൾക്കൊള്ളുകയില്ല എന്നുള്ളത് അവർ DCC യോഗത്തിൽ പോലും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അക്കാര്യത്തിലൊരു സമവായത്തിൽ എത്തിയിട്ടുമുണ്ട്. MP സ്ഥാനം നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇനി MLA സ്ഥാനം കൂടെ നഷ്ടപ്പെടാൻ അവർക്ക് പറ്റില്ല. അതവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ്. MP സ്ഥാനം പരസ്പരമുള്ള തമ്മിലടിയിലാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനി MLA സ്ഥാനം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. എത്രയോ കാലമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് അതിനുവേണ്ടി ശരീരവും മനസ്സും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തിയ വലിയൊരു വിഭാഗം ഒരു മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട്. അവർക്ക് ആകെ കിട്ടുന്നത് ഇനി ഒരു MLA സ്ഥാനം മാത്രമാണ് മോഹം. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. പത്തനംതിട്ടയിലും റാന്നിയിലും കോന്നിയിലും തിരുവല്ലയിലും അടൂരും ഇത്തരം നേതാക്കൾ കാത്തിരിക്കാൻ ഒരവസരത്തിന് വേണ്ടി. ഇത്തവണത്തെ അവസരം കൊണ്ട് നഷ്ടപ്പെട്ട പിന്നെ പറയുകയും വേണ്ട. പിന്നെ മുൻപോട്ട് ഒരു വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയൊട്ട് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തവണ കിട്ടണം. ഇതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെയൊക്കെ അഭിപ്രായം. അതിനുവേണ്ടി ഏതാനും ചില ലിസ്റ്റുകളൊക്കെ AICCയുടെ പക്കലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അർഹരായവരുമുണ്ട്, അനർഹരായവരുമുണ്ട്. ആർക്ക് വേണമെങ്കിലും പേര് കൊടുക്കാമായിരുന്നു. അത്ര ഒരു അവസ്ഥയായിരുന്നു. പേരുകൾ ധാരാളം പോയിട്ടുമുണ്ട്. പക്ഷെ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ കണ്ടെത്തി നിർത്തണം എന്നുള്ളതാണ്. 5 മണ്ഡലവും കോൺഗ്രസിന്റെ ആയിരുന്നു. കയ്യിലിരിപ്പ് കൊണ്ടാണ് 5 മണ്ഡലവും നഷ്ടപ്പെട്ടത്. ഇനി അത് നഷ്ടപ്പെടുത്താതെ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹം. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മറ്റ് പാർട്ടിയിൽ ഉള്ളവർ പോലും പറയുന്നത്, എതിർ പാർട്ടിയിൽ ഉള്ളവർ പോലും പറയുന്നത് കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുൻപിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം കൂടി. ആരെ നിർത്തും എന്നുള്ളത്. ഇനി അഥവാ പത്തനംതിട്ടയ്ക്ക് പുറത്തു നിന്നാണ് ഒരു സ്ഥാനാർത്ഥി വന്ന് കോൺഗ്രസിനോട് മത്സരിക്കുന്നതെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്ന കാര്യം പറയാതിരിക്കുകയാണ്. പല നേതാക്കളും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും എന്നുള്ളത് വ്യക്തമാണ്. അതിനുള്ള വഴികൾ ഒക്കെ ഒരുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിയുമ്പോഴത്തേക്കിനും ജില്ലയിൽ നിന്നും ഏതാനും ചിലരെ തങ്ങൾക്ക് കിട്ടും എന്നുള്ള വിശ്വാസം BJPക്ക് ഉണ്ട്. അവർ അതിനോട് കാത്തിരിക്കുന്നുമുണ്ട്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ വളരെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി. അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ ആർക്കും അറിയാത്ത ഒരാൾ വന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. പക്ഷെങ്കിൽ വോട്ട് എണ്ണിയപ്പോൾ ഭൂരിപക്ഷം മുൻപുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടി എന്നുള്ളതാണ് BJPയുടെ ഒരു നേട്ടം. അതിനു മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് എതിരെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഒരു മെത്രാപ്പോലീത്തയുടെ ശുപാർശ പ്രകാരം എത്തിയ ബിജു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിന്നപ്പോഴും BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും BJP വോട്ട് വർദ്ധിപ്പിക്കുക തന്നെയല്ല, ചിലപ്പോൾ സീറ്റ് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാകും BJP ഒരു സ്ഥാനാർത്ഥിയെ ഇതുവരെ നിർണ്ണയിക്കാതെ വെച്ചിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഐക്യം ഇല്ലാതെയായാൽ അത് മറ്റൊരാൾക്ക് വളമായി തീരും എന്നുള്ളത് വ്യക്തമാണ്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും നേരത്തെ കൈവിട്ടു പോയത് കോൺഗ്രസിനുള്ളിലെ കാലുവാരൽ കൊണ്ടാണ് എന്നുള്ള കാര്യം പരസ്യമാണ്. അത് നേതാക്കൾ തമ്മിലുള്ള ഐക്യമത്യം ഇല്ലാതെ പോയി. പ്രവർത്തകർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല. അങ്ങനെ 5 മണ്ഡലവും കൈവിട്ടുപോയി. ഇനി അത് ഉണ്ടാകരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വവും പ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല സ്ഥാനാർത്ഥിക്ക് തന്നെ നിർത്തണം എന്നുള്ളത് പ്രവർത്തകർ എല്ലാ വാർഡിലും അത് മണ്ഡലങ്ങളിൽ നിന്നും ഈ നേതൃത്വത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു ഐക്യമത്യം ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും നേതൃത്വം എന്നുള്ള ആശയക്കുഴപ്പത്തിലാണിപ്പോൾ.
ജനങ്ങളുമായി അടുപ്പമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വിജയസാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ജില്ലയിൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താനും. പക്ഷെങ്കിൽ ആർക്കാണ് ഈ സ്ഥാനാർത്ഥി കൊടുക്കേണ്ടത് എന്നുള്ളതും പിന്നെ ഒപ്പം തന്നെ പല ശുപാർശകളും വരുന്നതും സ്വാധീനങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ നിർണായകമായി നേതൃത്വത്തെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരാഴ്ചക്കുള്ളിൽ അറിയാം ആരായിരിക്കും കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. പത്തനംതിട്ടയിലും അടൂരും റാന്നിയിലും തിരുവല്ലയിലും അടൂരും ഈ വരുന്ന ഒറ്റയാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമായും വ്യക്തമാകും. അതിനുള്ള നീക്കം നടക്കുന്നുണ്ട്. തമ്മിലടി ഇല്ലാതിരുന്നാൽ ആ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ഒരാഴ്ചക്കുള്ളിൽ അറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ പലപ്പോഴും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി ഇറക്കി പ്രശ്നം പരിഹരിക്കാനും സാധ്യതയുണ്ട്. കാത്തിരിക്കാം ആ ഒരാഴ്ചക്കാലത്തിനായി. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി നിങ്ങളുടെ സൗന്ദര്യം.